പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവദൂതൻ മറിയത്തോട് പറയുന്നു, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 പറയുന്നത് നാം കാണുന്നു. ഉണ്ണീശോയെ പ്രിയരെ, തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ വന്ന് പിറന്നവൻ പരിശുദ്ധനാണെന്ന്, രക്ഷകനാണെന്ന് തിരിച്ചറിയാൻ ഹൃദയശുദ്ധി വേണം. ആ ശിശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാനുള്ള ഭാഗ്യം വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർക്കും മാത്രമേ ലഭിക്കൂ. ദൈവം ആരാണെന്ന് സ്വർഗവാസികൾ നമ്മോട് പറയും. വെളിപാട് 4-ാം അധ്യായത്തിൽ ആയിരുന്നതിനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വിശുദ്ധ പത്രോസ് തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലൂടെ നമ്മോട് പറയും, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, കാരണം നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ലേവ്യർ 19-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. ദൈവജനമേ, ക്രിസ്തുമസ് പരിശുദ്ധിയുടെ ആഘോഷമാണ്. പരിശുദ്ധിയുടെ ആൾരൂപമാണ് പുൽത്തൊട്ടിയിൽ കാണുന്ന ഉണ്ണീശോ. പുൽത്തൊട്ടിയുടെ ലാളിത്യവും തൊഴുത്തിലെ വളർത്തുമൃഗങ്ങളും നിർമ്മലതയുടെയും വിശുദ്ധിയുടെയും പ്രതീകങ്ങളാണ്. ആ ലാളിത്യത്തിലും നിർമ്മലതയിലുമാണ് പരമപരിശുദ്ധനായവൻ മനുഷ്യനായി ഉണ്ണി യേശുവായി ജനിച്ചത്. ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്നവരോട് കർത്താവ് പറയും, ലേവ്യർ 11-ാം അധ്യായത്തിൽ നാം കാണുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാണ്. ദൈവമക്കളെ, വിശുദ്ധിയുടെ ആഘോഷമായ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ അശുദ്ധന്, സാത്താന് സ്ഥാനം കൊടുക്കരുത്. സങ്കീർത്തകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 19, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ, അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലനാകും. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഉണ്ണീശോ അനുഗ്രഹിച്ച് രക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.